ചെറുവാറ്റയിൽ 13 വയസ്സുകാരി തൻ്റെ അടുത്ത ബന്ധുവിനെ കൊട്ടേഷൻ നൽകി കൊല ചെയ്തു എന്ന വാർത്ത കേട്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നത് ആൻമരിയ കലിപ്പിലാണ് എന്ന സിനിമയാണ്. എന്തുകൊണ്ട് കുട്ടികൾക്ക് ഇത് സംഭവിക്കുന്നു, അവർ ഇങ്ങനെ ആകുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അത് കണ്ടെത്തിയിട്ട് അതിന് പരിഹാരം കണ്ടുകൊണ്ട് ഇനിയുള്ള കുട്ടികളെയെങ്കിലും വളർത്താൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. ഈ കുട്ടി ഇങ്ങനെ ആയതിൻ്റെ ഏറ്റവും പ്രധാന കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും സെപ്പറേറ്റഡ് ആണ് എന്നതാണ്. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് വളർന്നു വരുമ്പോൾ അതിന് ഏറ്റവും കൂടുതൽ സ്നേഹവും ലാളനയും മറ്റും ലഭിക്കേണ്ടത് അച്ഛനമ്മമാരിൽ നിന്നാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ പല കുട്ടികൾക്കും അത് ലഭിക്കുന്നില്ല. പല കാരണങ്ങൾ കൊണ്ട് ഡൈവോഴ്സുകൾ വ്യാപകമായിട്ട് നടക്കുന്നു. കേരളത്തിൽ 1,10,000 വിവാഹങ്ങൾ ഒരു വർഷം രജിസ്റ്റർ ചെയ്യുമ്പോൾ ഏകദേശം 33,000-ഓളം വിവാഹങ്ങൾ കോടതിയിലേക്ക് കേസുമായിട്ട് എത്തുകയാണ്, കുടുംബ കോടതിയിലേക്ക്. ആലോചിച്ച് നോക്കൂ, 1/3 വിവാഹങ്ങളും ഇവിടെ പരാജയപ്പെടുന്നു. എന്നാൽ ഒരുപാട് ആലോചനകളും അന്വേഷണങ്ങളും അല്ലെങ്കിൽ വർഷങ്ങളോളം പ്രേമിച്ചതിന് ശേഷമായിരിക്കും വിവാഹം നടക്കുന്നത്. ഇവിടെ ഞാൻ പറയുന്നത്, നിങ്ങൾ വിവാഹിതരാവാം, നിങ്ങൾക്ക് ഡൈവോഴ്സ് ആവാം, പക്ഷേ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ ഡൈവോഴ്സ് ആവരുത്. അങ്ങനെയാണെങ്കിൽ വിവാഹം കഴിഞ്ഞ് 2-3 വർഷം കഴിഞ്ഞ് നിങ്ങൾ ഒരുമിച്ചൊന്ന് ജീവിച്ച് നോക്കി മുന്നോട്ട് പോകുമെങ്കിൽ മാത്രം കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്ന തരത്തിലേക്ക് പ്ലാൻ ചെയ്യേണ്ടതാണ്. അല്ലാതെ കുഞ്ഞുങ്ങളായതിനു ശേഷം ഇങ്ങനെ പോകരുത്. അത് നിങ്ങൾക്ക് മാത്രമല്ല, നമ്മുടെ സമൂഹത്തിന് പോലും, നിങ്ങളുടെ കുടുംബത്തിന് പോലും അത് ബുദ്ധിമുട്ടുണ്ടാക്കും എന്നതിൽ സംശയമില്ല. ഇനി മറ്റൊരു കാരണം, ഈ കുട്ടി ഇങ്ങനെയായതിൻ്റെ വേറൊരു കാരണം പറയാനുള്ളത്, നമുക്കറിയാം കൗമാരത്തിലാണ് ഒരു ആളുടെ ലിംബിക് സിസ്റ്റം പൂർണ്ണ വളർച്ചയെത്തുന്നത്. ഈ ലിംബിക് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ വികാരങ്ങളുമായി ബന്ധപ്പെട്ട ഒരു തലച്ചോറിലെ സംവിധാനമാണ്. എന്നാൽ നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് അല്ലെങ്കിൽ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ള ഒരു സംവിധാനം നമ്മുടെ ബ്രെയിനിലുണ്ട്. അതാണ് പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സ്. ഈ പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സ് പൂർണ്ണ വളർച്ചയെത്തിയാൽ മാത്രമേ ഡൂസും ഡോൺസും കൃത്യമായിട്ട് തിരിച്ചറിയാനും നല്ല തീരുമാനങ്ങൾ എടുക്കാനും നമുക്ക് കഴിയും. അതിൻ്റെ ഒരു പ്രായം എന്ന് പറയുന്നത് ശരിക്കും 20 വയസ്സിന് ശേഷമാണ്. 23 വയസ്സ് ഒക്കെയാണ് പല സയന്റിസ്റ്റുകളും കണ്ടെത്തിയിരിക്കുന്നത്. എന്നാൽ ഈയിടെ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ നടന്ന ഒരു പഠനത്തിൽ പറയുന്നത് ഈ പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സ് പൂർണ്ണ വളർച്ചയെത്തുന്നത് ഏകദേശം 33 വയസ്സിലാണെന്നാണ്. ആ 33 വയസ്സോട് കൂടിയാണ് ഒരാൾ ശരിക്കും പക്വത ആർജിക്കുന്നത് എന്നാണ് ആ ഒരു പഠനങ്ങൾ പറയുന്നത്. എന്തായാലും ഈ പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സിന്റെ വളർച്ച പൂർത്തീകരിക്കുന്നത് വരെ കുട്ടികൾക്ക് കൃത്യമായ ഗൈഡ് ലൈനും ആവശ്യമെങ്കിൽ കൗൺസിലിങ്ങും കൊടുക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ നമ്മൾ വളരുന്ന ചുറ്റുപാടുകൾ, ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഒരു കുട്ടിയുടെ വളർച്ച നന്നായിട്ട് വരണമെങ്കിൽ രക്ഷിതാക്കൾ ഒരുമിച്ചുണ്ടാവണം. അവർ നല്ല ഗൈഡ് ലൈൻസ് കൊടുത്ത് സ്നേഹം കൊടുത്ത് വളർത്തണം. രണ്ടാമതായിട്ട് ആവശ്യമായ കൗൺസിലിങ്ങും മറ്റും കുട്ടികൾക്ക് സമയാസമയം നൽകേണ്ടതായിട്ടുണ്ട്. മൂന്നാമതായിട്ട് ഏറ്റവും നല്ല ചുറ്റുപാടിൽ കുട്ടികളെ വളർത്താനായിട്ട് ശ്രമിക്കുക.